അപ്പം ഇന്ന് ബിരിയാണി ചെമ്പൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, ബിരിയാണി വെക്കുകയാണ്. അപ്പോൾ ബിരിയാണി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ബിരിയാണി ചെമ്പ് അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കയില്ല കേട്ടോ, അതെല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പൊട്ടി വരുമ്പോൾ അതിലോട്ട് ഒരു 6-7 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് കീറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നന്നായി പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് പൊട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 സവാളയും ഒരു അരമുറി സവാളയും കൂടി എടുത്താണ് കേട്ടത്. അതോടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക, വഴറ്റിയെടുക്കുക. ലേശം ഉപ്പൂടെ ഇടുക, വഴറ്റിയെടുക്കുക. ഞാൻ ഒന്ന് അടച്ചു വെച്ച് വഴറ്റിയിട്ടുണ്ട് കേട്ടോ, ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ അതിലോട്ട് ഒരു 2 തക്കാളി, മല്ലിയില, കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായി വഴഞ്ഞു വന്ന് പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു 2.5 സ്പൂൺ. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വരുന്നവരെ വഴറ്റിയെടുക്കുന്നുണ്ടോ. അത് ഞാൻ അടച്ചു വെച്ചാണ് ആക്കിയത്. അപ്പോൾ ഒരുവിധം അത് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഗരം മസാല ഒരു 2.5 സ്പൂൺ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് വേണ്ടത് തൈരാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തൈര് കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ബൗളിലാണ് ഞാൻ അരി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കിലോ അരി എടുക്കുന്നുണ്ട്. ആ ബൗളിൽ 2 ബൗൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അടച്ച് വെച്ച് തിളപ്പിക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ കഴുകി വാരി എടുത്ത അരി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും തീ കുറച്ച് വെച്ച് ആ വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ ഒരുവിധം വെള്ളം ഇത് വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് മേലെ എല്ലാം ഒന്ന് പരത്തി വെച്ചിട്ട് അതിന് മേലെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വറുത്തിടാം. എൻ്റെ അടുത്ത് അതില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഒന്ന് മറിച്ച് കൊടുക്കുക, ചൂടാറുന്നതിന് മുമ്പ് തന്നെ. അല്ലെങ്കിൽ പിന്നെ റൈസ് നല്ല കട്ട പിടിച്ച് പോകും. കട്ട പിടിച്ച് കഴിഞ്ഞാൽ വിളമ്പുമ്പോൾ അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ചൂട്ടോടെ ഒന്ന് മറിച്ചെടുത്തെന്ന് വെച്ചാൽ പിന്നെ കട്ട പിടിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബിരിയാണി. എങ്ങനെയുണ്ട്?